ഹലോ, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. 10 വെണ്ടയ്ക്ക 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത്, ഒരു തക്കാളി സ്ലൈസ് ചെയ്തത്, ചെറിയ ഉള്ളി 5 എണ്ണം സ്ലൈസ് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം ചോപ്പ് ചെയ്തത്, ഇഞ്ചി 1 പീസ് ചോപ്പ് ചെയ്തത്, കറിവേപ്പില 2 തണ്ട്, വെളുത്തുള്ളി 6 അല്ലി ചോപ്പ് ചെയ്തത്, 1 പാൽ 1/2 കപ്പ്, തേങ്ങയുടെ 2 പാൽ 1/4 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചതച്ച കുരുമുളക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. അതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ കൊഴുപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മാറ്റി നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ഇട്ടതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തല്ലോ, ഇനി ഒന്നുകൂടെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2 പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തേങ്ങയുടെ 1 പാലും ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 1 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണേ.